വാം വെൽക്കം ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ് ടു ഓൾ. മാം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഹാപ്പിയാണ്. കാരണം നമ്മുടെ ഒരുപാട് ലെജൻഡ്സ് ആയിട്ടുള്ള ലീഡേഴ്സ് ഒക്കെ വന്നു പോയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെ എനിക്കും ഒരു അവസരം കിട്ടി എന്നതിൽ സോ പ്രൗഡ്. നിങ്ങൾക്ക് മുമ്പിൽ ഒരു അഭിമാനത്തോടെയാണ് ഞാൻ ഇന്നിരിക്കുന്നത്. കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ദൗത്യം. തീർച്ചയായിട്ടും വിജയിക്കണം, അല്ലെങ്കിൽ യോഗമില്ലെന്ന് കരുതി മാറിയിരിക്കുന്നവർക്കെല്ലാം നേടിയെടുക്കണമെന്ന് കരുതി മുന്നോട്ട് കുതിച്ചവർക്കേ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ അല്ലെ. ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെ മാറ്റിവെച്ച് പ്രോഗ്രാമിലേക്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഈ സ്ക്രീനിലേക്ക് വന്നിട്ടുള്ള നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും വിജയിക്കാൻ എടുത്തിട്ടുള്ള ആ ഒരു തീരുമാനത്തിന്റെ പവർ തന്നെയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യണം. മാം വളരെ നല്ല രീതിയിൽ എന്നെ ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. പേര് വിഷ്ണുദാസ് എന്നാണ്, പാലക്കാട് ജില്ലയിലെ തത്തമംഗലം സ്വദേശിയാണ്. കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തത് എന്റെ ചേച്ചി കൂടിയായിട്ടുള്ള ഇന്ന് കമ്പനിയുടെ 4th റാങ്ക് ആയിട്ടുള്ള സെയിൽസ് ടീം മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സരിത സതീഷ് മാം നിന്നാണ്. ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് കൺസെപ്റ്റ് മാം എന്റെ കയ്യിൽ തരുന്നത്. തീർച്ചയായിട്ടും അറിഞ്ഞോ ഈ പ്ലാനിനെ കുറിച്ച് പഠിച്ചോ ഒന്നുമല്ല, എന്റെ കാര്യങ്ങൾ എന്റെ സിറ്റുവേഷൻ ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനായിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു ബിസിനസ് എനിക്ക് നിർബന്ധപൂർവ്വം എന്നിലേക്ക് അടിച്ചേൽപ്പിക്കുകയായിരുന്നു തന്നെ പറയാം. വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തു. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ സപ്പോർട്ടും ഒരു ടീം എന്നുള്ള നിലയ്ക്കും അല്ലെ, ലീഡേഴ്സ് എന്നുള്ള നിലയ്ക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ലൊരു ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും അങ്ങനെയാണ് അല്ലെ. കാരണം ടീം വർക്കാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത്. ഒരേ ഒരു കാരണം കൊണ്ടാണ് അല്ലെ നമ്മളെല്ലാവരും ഈ ഒരു ഫിച്ചിക്കാട്ട് എന്നുള്ള ബിസിനസ്സിലേക്ക് വരുന്നത്. നമ്മുടെ എല്ലാം സ്വപ്നങ്ങളെ അതിവേഗത്തിൽ നേടിയെടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം കൊണ്ടാണ്. വേഗതയാണ് കീ എന്ന് പറയാം. ഓക്കെ, ബിസിനസ്സിലേക്ക് വന്ന ദിവസം മുതൽ നിങ്ങളൊക്കെ കേൾക്കാറുള്ള ഒരുപാട് ഒബ്ജക്ഷൻസ് ഉണ്ട് അല്ലെ. പല സിറ്റുവേഷൻസിലൂടെ ആയിരിക്കും നിങ്ങളൊക്കെ കടന്നു പോയിരുന്നത്. പക്ഷെ എന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ് വിജയത്തിലേക്കുള്ള ആദ്യ ചുവടെന്ന് അടിയുറപ്പിച്ച് പറയാൻ സാധിക്കും. നമ്മളെ തന്നെ ഒരു വിശ്വാസത്തിൽ എടുക്കുന്ന സമയത്താണ് നമുക്ക് പല വിജയങ്ങളും നേടിയെടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഞാൻ കടക്കുകയാണ്. വളരെ ബേസിക് ആയിട്ട് ഒരുപക്ഷെ ഇന്നലെ അസോസിയേറ്റ് ചെയ്ത SRകൾക്ക് മുതൽ ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങൾ, എന്നെ കൊണ്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ധന്യ ടീച്ചർ സ്ക്രീൻ ഒന്ന് ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയണേ. മാം ഓക്കെ അല്ലേ? അപ്പോ വെൽക്കം. പ്രതീക്ഷകൾക്ക് പുതിയ വെളിച്ചം കൊടുക്കാൻ മികച്ച ലക്ഷ്യത്തിലേക്കുള്ള ഒരു ഉറച്ച കാൽവെപ്പായി മാറട്ടെ ഇന്നത്തെ പ്രോഗ്രാം എന്ന് ആശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഇവിടെ കാണുന്നുണ്ടല്ലേ ഈ ഒരു ടോപ്പിക്, അതായത് വർക്കിംഗ് പ്രോസസ് എന്നൊരു ടോപ്പിക്കാണ് ഞാൻ ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി ഫോർ ബേസിക് ട്രെയിനിങ് പ്രോഗ്രാം ആണ്. അതുകൊണ്ട് തന്നെ SRകളെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ലീഡേഴ്സ് ഇതിൽ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പോയിന്റ് ഇന്നത്തെ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് തീർച്ചയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ ഇന്നലെ അസോസിയേറ്റ് ചെയ്തവരാണെങ്കിൽ പോലും എങ്ങനെയാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലെ. അപ്പൊ ഒരു ബിഗിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഗൗരവത്തോടെ ഈ ഒരു പ്രോഗ്രാമിനെ കാണാം. മാം പറഞ്ഞ പോലെ വൈൻഡപ്പ് വരെ ഈ ഒരു പ്രോഗ്രാമിനെ കാണണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ എന്ന് പറയാം. ഓക്കെ, നമ്മുടെ വർക്ക് എന്നത് പ്രൊമോഷൻ ആണ് അല്ലെ. കമ്പനിയെ വളരെ നല്ല രീതിയിൽ കമ്പനിക്ക് ഒരു വിഷൻ ആൻഡ് മിഷൻ ഉണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ലീഡേഴ്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇവിടെ സക്സസ് ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ അല്ലെ. അങ്ങനെ ഒരു വർക്കിംഗ് പാറ്റേൺ ആണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു വർക്കിംഗ് പ്രോസസ്സിന്റെ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡയറി മെയിൻ്റെനൻസ് ആണ് അല്ലെ. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഒരുപക്ഷെ ഇതിന് സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും എടുക്കാം. കാരണം ഇത് നമ്മൾ നാളുകളിൽ ഒരു ലീഡറായി മാറുന്ന സമയത്തില്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ബിസിനസ്സിലേക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ലീഡേഴ്സ് എല്ലാവരും നമ്മളോട് ആദ്യം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഡയറി വാങ്ങി അത് എഴുതി തുടങ്ങാനാണ് അല്ലെ. ഒരു ഡയറി വാങ്ങി അതിൽ എഴുതി തുടങ്ങേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അപ്ലൈനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി എഴുതുക. ബിസിനസ്സിൽ വിജയിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഡയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഡയറി എഴുതുന്നതിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, ആദ്യം ഞാൻ പറഞ്ഞു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അല്ലെ. സക്സസ് ആവാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ്. വിജയിച്ചു വന്നിട്ടുള്ള ഓരോ ലീഡേഴ്സും
അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മളോട് ഈ ഒരു ഡയറി കൃത്യമായിട്ട് മെയിൻ്റെനൻസ് ചെയ്യണം എന്ന് പറയുന്നത്. അതിനൊരൊറ്റ റീസൺ ഉള്ളൂ, നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ഡയറി മെയിൻ്റെനൻസിലൂടെ നമുക്ക് എന്താണ് വിജയത്തിലേക്ക് അതിവേഗത്തിൽ എത്താൻ പറ്റുന്നുള്ളതാണ്. ഒരുപക്ഷെ വിജയിച്ചവരുടെ ഒരു മന്ത്രം, വിജയിച്ച തന്ത്രം തന്നെയാണ് ഈ ഒരു ഡയറി എന്ന് പറയുന്നത്. അപ്പൊ ഡെയിലി ചെയ്ത കാര്യങ്ങൾ, നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ കൃത്യമായിട്ട് എഴുതി വെക്കുന്ന സമയത്ത് അത് തുടർച്ചയായിട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മൾക്ക് ഉണ്ടാക്കുന്നുള്ളതാണ്. നോട്ട് ചെയ്ത് വെക്കുമ്പോഴുള്ള ഒരു പവർ എന്ന് പറയുന്നത് വേറെയാണ് അല്ലെ. കാരണം എഴുതി പഠിക്കുന്ന ഗുണം നമ്മൾ സ്കൂൾ ടൈം തൊട്ടേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എഴുതി വെക്കുന്നതിന്റെ ഗുണം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് നമ്മുടെ മൈൻഡിൽ തന്നെ സെറ്റ് ആവുന്നുള്ളതാണ്. നാളുകളിലേക്ക് അത് തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അത് മാത്രമല്ല, കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ദിവസങ്ങളെ വളരെ സ്മാർട്ടായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനും ഈ ഒരു ഡയറി മെയിൻ്റെനൻസിലൂടെ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. ഇതിന് പുറമെ ഡയറി മെയിൻ്റെനൻസിലൂടെ കുറച്ച് ട്രിക്സുകൾ കൂടി ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതാണ്. കാരണം നിങ്ങൾക്ക് ആ ഒരു ഡയറി എഴുതി തുടങ്ങിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അതുകൊണ്ട് കുറച്ച് ട്രിക്സുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഓർമ്മശക്തിയാണ് അല്ലെ. ഒരു മനുഷ്യനാണ്, ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന വ്യക്തികളാണ്. അപ്പൊ ആളുകൾ തന്ന മറുപടി ഉണ്ടാവും അല്ലെ, അത് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കമന്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നാളുകളിൽ നമ്മളെ വിളിക്കേണ്ടവരുണ്ടാവും, നേരിട്ട് കാണേണ്ടവരുണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കണം എന്നുണ്ടോ ചോദിച്ചാൽ ഒരിക്കലും ഇല്ല അല്ലെ. പല മൈൻഡ് സെറ്റിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓർത്തു വെക്കാൻ സാധിക്കണം എന്നില്ല. അപ്പൊ കുറച്ച് ഓർമ്മശക്തി ഇല്ലെങ്കിൽ പോലും ഈ ഒരു ഡയറി എഴുത്ത് വളരെയധികം നമുക്ക് എന്താണ് ഉപകാരപ്രദമാകുന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ഒരു വർക്കിനെ നമുക്ക് സുഗമമായി കൊണ്ടുപോകാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഇനി ട്രിക്സ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സെയിൽ ഓപ്പൺ വെക്കാൻ നമുക്ക് വളരെയധികം ഉപകരിക്കുന്നുള്ളതാണ്. അതായത് പ്ലാന് പറയുന്നവർക്ക് നമുക്ക് ഈ ഡയറി കാണിച്ചു കൊടുക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, പക്ഷെ ഇതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. അതായത് ഈ ഒരു ബിസിനസ്സിനെ എത്ര സീരിയസ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുള്ളത് അവർക്ക് പറയാതെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അല്ലെ. ഈ ഒരു ഡയറിയിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കാണിക്കുന്ന സമയത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിലെ വർക്കിംഗ് പാറ്റേൺ ഏകദേശം അവർക്കൊരു മനസ്സിലാവുന്ന സമയത്ത് ഈ ബിസിനസ്സിനെ നമ്മൾ സീരിയസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് അവർക്കത് ബോധ്യപ്പെടുന്നുള്ളതാണ്. അതേപോലെ തന്നെ സെയിൽ ഓപ്പണിന് സഹായിക്കുന്ന വേറൊരു ഘടകം എന്ന് പറയുന്നത്, നമ്മളൊരു ഗസ്റ്റിനെ കാണാൻ പോകുന്ന സമയത്ത് അല്ലെ, അവര് കാണാൻ പോകുന്നതിന് തലേന്ന് നമുക്കൊരു ലിസ്റ്റ് ഇട്ടിട്ട് ആ ലിസ്റ്റിൽ അവരുടെ പേര് 1, 2, 3 തലത്തിൽ വരുന്ന സമയത്ത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ബിസിനസ് ആ ഗസ്റ്റിനോട് പറയാൻ പോകുന്നത്, ഈ ഒരു ലിസ്റ്റിൽ നിന്റെ പേര് ഞാൻ എന്തിനാണ് ഉൾപ്പെടുത്തിയെന്നുള്ളത് നമുക്ക് അവർ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കും അല്ലെ. അങ്ങനെ അവർക്ക് തന്നെ അവരിൽ ഒരു വിശ്വാസവും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആവുന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് അവരിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ കിട്ടുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം പോലെ തന്നെ നമുക്ക് ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ കിട്ടാറുണ്ട് അല്ലെ. നമ്മളെ നല്ല രീതിക്ക് ബൂസ്റ്റപ്പ് ചെയ്യാനും നമുക്ക് ഒരുപാട് അറിവുകൾ തരാനും അല്ലെ, തിരിച്ചറിവുകൾ തരാനൊക്കെ നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ ലീഡേഴ്സ് അതേപോലെ തന്നെ നമ്മുടെ കമ്പനി കൃത്യമായിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൽ കിട്ടുന്ന അറിവുകളെ നമുക്ക് വളരെ സ്മാർട്ടായിട്ട് അതിൽ എഴുതി വെക്കാൻ പറ്റും അല്ലെ. നാളുകളിൽ ഞാൻ പറഞ്ഞു നിങ്ങളൊരു ലീഡർ ആയിട്ട് മാറാൻ ഇല്ല മാം, ആവുന്നുള്ളൂ. അപ്പൊ നാളുകളിൽ നമ്മളൊരു ലീഡറാണ്. തീർച്ചയായിട്ടും നാളെ കൂടെ വന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ മാറുന്നത് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൽ കിട്ടുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമുക്ക് ആ ഒരു ഡയറിയിൽ എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാളുകളിൽ അത് ഉപകരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തരുന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന ഒരു 100-200 പേരുടെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് പലരോടും പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം കേൾക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് നോ ആയിരിക്കും അല്ലെ, ഇല്ല എന്നുള്ള വാക്കുകളായിരിക്കും. അതേപോലെ തന്നെ നെഗറ്റീവുകളായിരിക്കും. അങ്ങനെ നെഗറ്റീവ് കേട്ട് തുടങ്ങിയവരാണ് നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും. പക്ഷെ ആ ഒരു നെഗറ്റീവിനെ കൃത്യമായിട്ട് അവരെന്താണ് ആ ഒരു സൈഡ് അവരുടെ ഫീഡ്ബാക്കിൽ എഴുതി വെച്ചുകൊണ്ട് അവരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ തുടക്കത്തിൽ തന്നെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾക്ക് നെഗറ്റീവ് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ മൈൻഡ് സോറി മാം ഓക്കെ അല്ലേ? ഓക്കെ സോറി. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് സ്വാഭാവികമായിട്ട് നെഗറ്റീവുകൾ തുടർച്ചയായിട്ട് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് പോലും ഡൗൺ ആയി പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു ഡയറി നമുക്ക് ഉള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഡയറി ഉള്ളത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഡയറിയിൽ ഇനിയും നമ്മൾ ബിസിനസ് കൊടുക്കാനുള്ള ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ടാവും അല്ലെ. അത് നമ്മുടെ കോൺഫിഡൻസ് ലെവല് തീർച്ചയായിട്ടും കൂട്ടുന്നുള്ളതാണ്. നമ്മളെ പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് മാറ്റാനുള്ള ഒരു ഉപകരണമായിട്ട് നമുക്ക് ഈ ഡയറി
കാണാൻ പറ്റുന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മുടെ വർക്കിംഗ് പ്രോഗ്രസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡയറി ഹെൽപ്പ് ചെയ്യും. നമുക്ക് എവിടെയൊക്കെയാണോ ഡൗൺ ആവുന്നത് ആ ഒരു സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു വർക്കിംഗ് സ്ട്രാറ്റജി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡയറി നമ്മൾക്ക് ഉപകരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡയറി മെയിൻ്റെനൻസിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ. ഇതുവരെ ആരെങ്കിലും ഡയറി എഴുതി തുടങ്ങാത്ത അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് വന്ന് എഴുതി തുടങ്ങാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചു കാലം എഴുതിയിട്ട് അത് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് അതൊരു റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരമാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. കാരണം നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യാം, ഇന്ന് മുതൽ നിങ്ങളുടെ ഡയറി റീസ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ ലിസ്റ്റിനെ റീബിൽഡ് ചെയ്യാൻ ഈ ഒരു പ്രോഗ്രാം ഉപകരിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. അടുത്തത് വർക്കിംഗ് പ്രോസസ് അല്ലെ, നിങ്ങൾക്ക് ഇവിടെ കാണാം വർക്കിംഗ് പ്രോസസ്. അതിന്റെ ഒരു സർക്കിൾ ആണ് ഇവിടെ കാണുന്നത്. ഡയറി മെയിൻ്റെനൻസ് ചെയ്ത ശേഷം ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വർക്കിംഗ് പ്രോസസ് തന്നെയാണ്. ഓക്കെ, അത് ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ് എന്ന് പറയും. അതായത് തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വിജയത്തിന്റെ താക്കോൽ എന്ന് പറയും. ഈ ഒരു പ്രോസസ്, അതായത് വർക്കിംഗ് പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ കൊണ്ട് നിർത്താനല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊരു തുടർ പ്രവർത്തനമാണെന്ന് പറയാം. അങ്ങനെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. ഈ ഒരു വർക്കിംഗ് പ്രോസസ്സിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ലിസ്റ്റ് മേക്കിംഗ് ആണ്. നമ്മൾ ഒരുപാട് കേട്ട് തഴമ്പിച്ച വാക്കായിരിക്കില്ല ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ലിസ്റ്റ് മേക്കിംഗ് എന്നുള്ളത്. അത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ഉള്ളത് കൊണ്ടാണ് അതിനൊരു ആദ്യത്തെ സ്റ്റെപ്പാണ്. നമ്മുടെ കോണ്ടാക്റ്റുകളെ മുഴുവനായിട്ട് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യപ്പെടുകയാണ് അല്ലെ. അതില് മെയിൻ ലിസ്റ്റ് ഉണ്ട്, ഷോർട്ട് ലിസ്റ്റ് ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ ആണ്. നമ്മൾ ലിസ്റ്റിലിട്ട ആളുകളെ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളെ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രസന്റേഷൻ ആണ്. നമ്മൾ ഇൻവൈറ്റ് ചെയ്തവർക്ക് നമ്മുടെ ബിസിനസ് പ്ലാൻ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രസന്റേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോളോ അപ്പ് ആണ്. പ്ലാൻ പറഞ്ഞ് എല്ലാവരും നമ്മളോട് ഫോളോ അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ഓക്കെ പറയണം എന്നില്ല അല്ലെ. അവരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊരു സൈക്ലിംഗ് രീതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വർക്കിംഗ് പ്രോസസ് എന്ന് പറയുന്നത് പല സ്റ്റെപ്പിലൂടെയാണ് കടന്നു പോകുന്നത്. തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ റിസൾട്ട് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇത് ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ മാത്രം പിന്തുടരുന്ന ഒന്നല്ല. ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലിസ്റ്റ് മേക്കിംഗ് ആണ്. വളരെ ശക്തമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് തുടങ്ങാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിസ്റ്റ് മേക്കിംഗ് ആണ്. ലിസ്റ്റ് മസ്റ്റ് എന്ന് അടിവരയിട്ട് പറയാൻ സാധിക്കും. കാരണം ലിസ്റ്റ് ഇടാതെ ഈ ഒരു ബിസിനസ്സിനെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന നമ്മൾ ഓരോരുത്തരുടെയും കയ്യിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റ് ആണ്. പലരും അത് അറിയുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ കയ്യിലെല്ലാം ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അത് നമ്മുടെ കയ്യിലുള്ള കോണ്ടാക്ട് ലിസ്റ്റ് ആണ്. അപ്പോ ലിസ്റ്റ് മേക്കിങ്ങിൽ നമുക്ക് രണ്ട് തരത്തിൽ പറയാം. അതൊന്നും പറയണതില്ല. ലിസ്റ്റ് മേക്കിങ്ങിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മെയിൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പ്രതീക്ഷയുടെ പട്ടിക തയ്യാറാക്കലാണ് നമ്മുടെ ആദ്യത്തെ ജോലി. ഓക്കെ, അപ്പൊ അതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുഴുവൻ കോണ്ടാക്റ്റുകളെ നമ്മൾ അവിടെ എഴുതി വെക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങളെ അറിയാവുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ. ഈ ഒരു നിങ്ങളുടെ ഫോൺ നമ്പറുകളല്ലാതെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ടാവും. അവരുടെ പേരുകളൊക്കെ എഴുതി വെക്കാം. ഒരുപക്ഷെ ഫോൺ നമ്പർ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കൊക്കെ അവരുടെ പേരുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ പറ്റും. പിന്നീട് അവരുടെ നമ്പേഴ്സ് ഒക്കെ ഒരു കളക്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളൊന്ന് എഫേർട്ട് എടുത്താൽ മാത്രം മതി. അപ്പൊ ആരെയും മുൻവിധിയോട് കൂടിയിട്ട് ഒഴിവാക്കരുത് എന്നുള്ളതാണ്. ലിസ്റ്റ് വലുതാക്കുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒരു മെയിൻ ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം നമുക്ക് കൃത്യമായിട്ട് ആ മെയിൻ ലിസ്റ്റിൽ നിന്നും ഈ ഒരു ബിസിനസ് ആദ്യം കൊടുക്കേണ്ട വ്യക്തികളെ നമുക്ക് സെലക്ട് ചെയ്യുന്നതാണ് ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റൂലേ, പല കാറ്റഗറിയിൽ നിന്നുള്ളവരെ തെരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതിന് ഈ ഒരു കാറ്റഗറീസ് ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും. റിലേറ്റീവ്സ് അല്ലെ, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട, നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പിംഗ് മെന്റാലിറ്റിയോട് കൂടി കാണുന്ന, നമുക്ക് എന്തിനും നമ്മളോട് കൂടെ നിൽക്കുന്ന കുറെ റിലേറ്റീവ്സ് നമുക്ക് ഉണ്ടാവും അല്ലെ. അത്തരത്തിലുള്ള റിലേറ്റീവ്സിനെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അതേപോലെ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരുപാട് വ്യക്തികളുണ്ട് അല്ലെ. വളരെയധികം നമുക്കറിയാവുന്ന ഒരുപാട് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള, എന്ത് കാര്യം കൊടുത്താലും ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് നിറവേറ്റുന്ന, നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള, നാട്ടിൽ തന്നെ ഉള്ള നമുക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നുള്ളതാണ്. അതുപോലെ തന്നെ വിത്ത് ലയബിലിറ്റീസ്,
ഒരുപാട് കടബാധ്യതയുള്ള വ്യക്തികളൊക്കെ നമുക്ക് അറിയാവുന്നവരുണ്ടാവും. ഒരുപക്ഷെ അവരെ ഈ ഒരു കടബാധ്യത കൊണ്ട് ഈ ബിസിനസ് ഏറ്റെടുക്കുക എന്നുള്ളത് നമ്മളൊരു മുൻധാരണ വെക്കുകയാണെങ്കിൽ അത് തീർത്തും തെറ്റാണെന്ന് പറയാം. കാരണം ഈ ഒരു ബിസിനസ് ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഓക്കെ, അതേപോലെ പാർട്ട് ടൈം ഇൻകം സീക്കേഴ്സ്, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഒരു എക്സ്ട്രാ വരുമാനം അല്ലെ, പാർട്ട് ടൈം ആയിട്ട് ഒരു ജോലി ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു പാർട്ട് ടൈം ആയിട്ട് ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് ഈ ഒരു ബിസിനസ് എത്തിക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ളവരെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. സ്റ്റുഡൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണല്ലേ, ഭാവി നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ ഭാവി തീരുമാനിക്കുന്ന ഒരു യുവതലമുറയുണ്ട് നമുക്ക് മുമ്പിൽ. അപ്പൊ അത്തരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പക്ഷെ വീട്ടില് കുടുംബത്തിലുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ തന്റെ ചെലവും പഠന ചെലവൊക്കെ പോക്കറ്റ് മണിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എഫേർട്ട് എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവും. അത്തരത്തിലുള്ള വ്യക്തികളെ നമ്മുടെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നുള്ളതാണ്. അതേപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള റിട്ടയർഡ് ആയിട്ടുള്ള പീപ്പിൾസ് അല്ലെ, അവര് ഒരു പക്ഷേ റിട്ടയർമെന്റിന് ശേഷം വളരെയധികം പരിമിതമായിട്ടുള്ള ചുറ്റുപാടിൽ ജീവിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം അല്ലെ, ഒരുപക്ഷെ ഏജ്ഡ് ആയിട്ട് മറ്റൊരു ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന വ്യക്തികളുണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾക്ക് നമുക്ക് ഈ ഒരു ബിസിനസ് കൊടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ളവർക്ക് ഈ ഒരു ബിസിനസ് വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അവരെ നമുക്ക് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ മണി മോട്ടിവേറ്റഡ് പീപ്പിൾ എന്ന് പറയും, അതായത് പൈസക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വ്യക്തികൾ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരത്തിലുള്ളവരെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് നമ്മുടെ മെയിൻ ലിസ്റ്റിൽ നിന്നും അതിനെ ഷോർട്ട് ലിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. ഹെൽത്ത് കോൺഷ്യസ് പീപ്പിൾ എന്ന് പറയുന്നത് ശാരീരികമായിട്ടാണെങ്കിലും സൗന്ദര്യത്തെ ആണെങ്കിലും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ലിസ്റ്റിലുള്ള, നമുക്കറിയാവുന്ന കുറെ പേർ അങ്ങനെയുള്ളവരുണ്ടാവും അല്ലെ. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളെ നമുക്ക് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ ഹയർ ലൈഫ് സ്റ്റൈൽ പീപ്പിൾ, വളരെ വലിയൊരു ആഡംബര ജീവിതം അല്ലെ സ്വപ്നം കണ്ട് നടക്കുന്ന വ്യക്തികളുണ്ടാവും. അത്തരത്തിലുള്ളവർക്കും ഈ ഒരു ബിസിനസ് നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ സാധിക്കും. അവരെയും ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താന്നുള്ളതാണ്. പിന്നെ പറയുന്നതാണ് സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ്. ഒരുപക്ഷെ പുറമേ ആളുകളെ കാണാൻ സാധിച്ചെങ്കിലും എല്ലാവരും ഇരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ആളുകളെ കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നതും സോഷ്യൽ മീഡിയ തന്നെയാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മളെ അറിയാവുന്ന ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുത്താൽ അല്ലെ അക്സെപ്റ്റ് ചെയ്ത് കുറച്ച് സംസാരിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ നമുക്ക് ഉണ്ടാവും. അങ്ങനെ അത്തരത്തിൽ സംസാരിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, സൗഹൃദങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ബിസിനസ് കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കാന്നുള്ളതാണ്. അപ്പൊ ഒരു കാര്യം എന്ന് പറയാം, നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമുക്കൊപ്പം ചേർന്നിരിക്കേണ്ടവരാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് വളരെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് മേക്ക് ചെയ്യേണ്ട ഒരു ലിസ്റ്റാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് എന്നുള്ളത്. അത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് താനും. ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ ലിസ്റ്റിലുള്ള നമ്മുടെ പ്രോസ്പെക്റ്റുകളെ അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റുകളെ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഇൻവിറ്റേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസിന്റെ പ്ലാന് പ്രസന്റ് ചെയ്യാൻ പാകത്തിന് ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇൻവിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കത് രണ്ട് തരത്തിൽ പറയാം, ഒന്ന് ഫിസിക്കൽ ആയിട്ടും ഒന്ന് പ്രോഗ്രാമിലേക്ക്. അല്ലെ, ഫിസിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ വർക്ക് അറേഞ്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ മീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ ഇൻവിറ്റേഷൻ ചെയ്യണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അവരെ പ്രോഗ്രാമുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം ഫിസിക്കൽ ആയിട്ടുള്ള BOP അല്ലെ, നമ്മുടെ എല്ലാ ജില്ലകളിലും BOP സെന്ററുകൾ ഉണ്ട് അല്ലെ. എല്ലാ ആഴ്ചകളിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ജില്ലകളില് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് അവരെ ഫിസിക്കൽ ആയിട്ടുള്ള BOPകളിലേക്ക് നമുക്ക് ഇൻവിറ്റേഷൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള BOP, എല്ലാ ഭാഷകളിലും നമുക്ക് ഡിജിറ്റൽ ആയിട്ട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസിലുള്ള ആളുകൾക്കൊക്കെ നമുക്ക് കൃത്യമായിട്ട് പ്രോഗ്രാമുകളിലേക്കും ഇൻവിറ്റേഷൻ കൊടുക്കാൻ പറ്റും. വളരെ എഫക്റ്റീവ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, ആളുകളെ ഇൻവിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സമീപിക്കേണ്ടത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആളുകൾ വളരെ വ്യത്യസ്തരായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്, വ്യത്യസ്തമായിട്ടുള്ള മനോഭാവമുള്ളവരാണ്, വ്യത്യസ്തമായിട്ടുള്ള ഏജ്ഡ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഓരോ പ്രോസ്പെക്റ്റിനെയും അവർക്ക് അനുയോജ്യമായുള്ള തരത്തിലായിരിക്കണം സിറ്റുവേഷൻ മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇൻവൈറ്റ് ചെയ്യാൻ. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എപ്പോഴും വേണം എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിസിനസിനെ കുറിച്ചുള്ള സൂചനകൾ മാത്രമേ നമ്മൾ അവിടെ ഇൻവിറ്റേഷനിൽ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അവരുടെ മൂഡ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരിക്കണം. നമ്മൾ ജസ്റ്റ് പരിചയപ്പെട്ടു കഴിഞ്ഞതും നമ്മുടെ ബിസിനസിന്റെ ഇൻവിറ്റേഷൻ കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അവരുടെ ഒരു ചെറുതായിട്ട് അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കണക്ഷൻ ചെയ്തതിന് ശേഷമാണ് അവരുടെ മൂഡ് ഏത് തരത്തിലാണ്, ഈ ഒരു നമ്മുടെ ഇൻവിറ്റേഷൻ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു തരത്തിലാണോ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ എന്താണ് ബിസിനസിന്റെ ഇൻവിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് ഫോൺ ഉപയോഗിച്ചിട്ടാണല്ലേ. അപ്പൊ അവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ ഒരു 2 മിനിറ്റെങ്കിലും അവരോടൊന്ന് സംസാരിക്കണം എന്നുള്ളതാണ്.
നമുക്ക് ഏറ്റവും കൂടുതൽ ഗുഡ് വിൽ ആണ് ഈ ഒരു ബിസിനസിനെ കുറിച്ച് ആദ്യത്തെ ഇൻവിറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചെമ്മണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ആണെന്നുള്ളത് ഒന്ന് എടുത്തു പറയാൻ പറ്റുന്നുള്ളതാണ്. അത് നമ്മുടെ എപ്പോഴും ഗുഡ് വിൽ ആണ്. അത് മിക്കവാറും ആളുകൾ ആദ്യം തന്നെ നമുക്ക് ഇൻവിറ്റേഷൻ പറയുന്ന സമയത്ത് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗുഡ് വിൽ ആണെന്ന് എടുത്തു പറയാം. ഓക്കെ, അത് മാത്രമല്ല വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നെയ്ബേഴ്സിനോടൊക്കെ നമുക്ക് അവരോടൊപ്പം കുറച്ചുകൂടെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കാൻ സാധിക്കും. അതേസമയം ഒരു സ്റ്റുഡന്റിനോടോ ഒരു പാർട്ട് ടൈം ജോലി നോക്കുന്നവരോടാണെങ്കിൽ നമുക്ക് വളരെയധികം ടൈം ഫ്രീഡം എടുത്തിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഒന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഇൻവിറ്റേഷൻ ചെയ്യാം. അതേപോലെ റിട്ടയർഡ് ആയിട്ടുള്ള ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനോടാണെങ്കിൽ ഇവിടെ വിദ്യാഭ്യാസമോ പ്രായമോ ഒന്നും ഒരു തടസ്സമല്ല. എല്ലാ കാര്യത്തിനും ഒരു സപ്പോർട്ടിംഗ് ടീം ഉണ്ട്, ഒരു ടീം വർക്ക് ആണെന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പരിചയപ്പെടുത്താൻ സാധിക്കും. ഒരു വീട്ടമ്മയോടാണ് നമ്മൾ ഇത് പറയുന്നതെങ്കിൽ മന്ത്ലി പെർഫോമൻസ് ബോണസ്, ഹെൽത്ത് ഇൻഷുറൻസ്, നോമിനി സിസ്റ്റം, അല്ലെ, സമയപരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണെന്നുള്ളതൊക്കെ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു പ്രൊഫഷണലോടാണ് നിങ്ങൾ ഈ ഒരു ബിസിനസിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ ജോലിയെ ഒരിക്കലും ബാധിക്കാത്ത തരത്തിൽ ഒരു അധിക വരുമാനം നേടിത്തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത് നമുക്ക് ഇൻവിറ്റേഷനിൽ പറയാൻ സാധിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആകാംക്ഷ നിലനിർത്തുന്ന തരത്തിലായിരിക്കണം ഇൻവിറ്റേഷൻ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രസന്റേഷൻ ആണ്, അല്ലെ. നമുക്കറിയാം, നമുക്ക് നമ്മുടെ ബിസിനസിന്റെ പ്ലാൻ, അല്ലെ, നമ്മുടെ കമ്പനിയുടെ പ്ലാൻ എന്ന് പറയുന്നത് വളരെ പ്രൗഡായിട്ട് നമുക്ക് ആരുടെ മുന്നിലും പ്രസന്റ് ചെയ്യാൻ പറ്റും, അല്ലെ, അഭിമാനത്തോടെ തലയുയർത്തി പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്ലാൻ ആണ് നമ്മുടെ ഫിജി കാർട്ടിന്റെ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പ്ലാൻ നമുക്ക് നമ്മുടെ ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗസ്റ്റുകളിലേക്ക് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രസന്റേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് 3 തരത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് പ്രോഗ്രാമുകളിലേക്കുള്ള പ്രസന്റേഷൻ ആണ്, അല്ലെ. ഞാൻ പറഞ്ഞു ഡിജിറ്റൽ ആയിട്ടോ ഫിസിക്കൽ ആയിട്ടോ ഒക്കെ നമുക്ക് ഒരുപാട് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നമ്മൾ അവരെ നേരിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡിജിറ്റൽ പ്രോഗ്രാം ആണെങ്കിൽ അവരുടെ കൃത്യമായിട്ട് ലിങ്ക് അയച്ചു കൊടുക്കുന്നു, അല്ലെ. അതിനുശേഷം നമ്മൾ അവരോട് ഒന്നും കൂടി കൺവൈൻ ചെയ്ത് സംസാരിക്കുന്നു. എന്നാൽ ഫിസിക്കൽ ആയിട്ടുള്ള BOP-കൾക്കാണ് ഇൻവൈറ്റ് ചെയ്യുന്നതെങ്കിൽ വിവിധ ജില്ലകളിൽ നമുക്ക് പ്രോഗ്രാം സെന്ററുകളുണ്ട്. വിവിധ ദിവസങ്ങളിൽ വ്യത്യസ്ത ഭാഷകളിലെല്ലാം ഈ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അപ്പൊ പ്രോഗ്രാം ഹാളിലാണ് അവർ എത്തിയുന്നതെങ്കിൽ നമുക്ക് അവിടെ വലിയ ഡ്യൂട്ടീസ് ഇല്ല, അല്ലെ. നമുക്ക് അധികം അവിടെ എഫേർട്ട് എടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഫിസിക്കൽ ആയിട്ട് അവരൊരു BOP ഹാളിലേക്ക് വരുന്ന സമയത്ത് അവിടെയുള്ള ആളുകളെയൊക്കെ അവർ ശ്രദ്ധിക്കും. അവിടെ വിജയിച്ചിട്ടുള്ള അന്നത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, സെയിൽസ് മാനേജേഴ്സ്, അങ്ങനെ വിജയിച്ച ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ് അവർ കേൾക്കുന്നുണ്ട്. ഇതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഒരു ഗസ്റ്റിന്റെ എക്സ്പീരിയൻസ് അവർ വളരെ നല്ല രീതിക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെയധികം നമ്മൾ പരസ്പരമുള്ള ഒരു റെസ്പെക്ട് അവർ സ്വാധീനിക്കാൻ ഇടയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള BOP സെന്ററിന് അതുകൊണ്ട് തന്നെയാണ് സ്പോർട്സ് സെയിൽ ഓപ്പണിന് നല്ല സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് പ്രോഗ്രാം. ഇനി മൊബൈൽ പ്രസന്റേഷൻ എന്ന് പറയും. അതായത് ഇൻവിറ്റേഷൻ കൊടുക്കുന്ന പോലെ തന്നെ പലപ്പോഴും നമുക്ക് ചിലവരോടൊക്കെ ഫോണിൽ തന്നെ ഈ ഒരു ബിസിനസിന്റെ പ്ലാനിനെ കുറിച്ച് നല്ല രീതിക്ക് പറഞ്ഞു കൊടുക്കേണ്ട സാധ്യത ഉണ്ടാവും, അല്ലെ, സാഹചര്യങ്ങൾ ഉണ്ടാവും. ഒരുപക്ഷെ കോളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ അവരൊരു സൂം മീറ്റിലൂടെ നമുക്ക് എന്താണ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ മൊബൈൽ ഫോൺ വഴി ചിലപ്പോൾ ഇൻവിറ്റേഷൻ കൊടുക്കാം. ചിലരോടെങ്കിലും നമുക്ക് സാഹചര്യങ്ങൾ കൊണ്ട് ഫോണിലൂടെ ഉള്ള പ്രസന്റേഷൻ നമുക്ക് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു മൊബൈൽ ഫോൺ വഴി പ്രസന്റേഷൻ കൊടുക്കുന്ന സമയത്ത് അതിനുശേഷം അവരെ ഒന്നുകൂടെ കാണാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ അവരോടൊന്ന് അനുവാദം വാങ്ങിച്ചിട്ട് ഒന്നുകൂടെ കണ്ടിട്ടാണ് വീണ്ടും സംസാരിക്കുന്നതെങ്കിൽ അവിടെ നല്ല റിസൾട്ട് വരുന്നുള്ളതാണ്. ഓക്കെ, അതർവൈസ് മൊബൈൽ പ്രസന്റേഷന് അധികം ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം വളരെയധികം റിസൾട്ട് അത്ര പോസിബിൾ അല്ല. പക്ഷെ മൊബൈൽ ഫോണിലൂടെ പ്രസന്റേഷന് ശേഷം നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ അവരെ കണ്ട് സംസാരിക്കുകയാണെങ്കിൽ അതിന് നല്ല റിസൾട്ട് വരുന്നുള്ളത് തീർച്ചയാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ഫിസിക്കൽ പ്രസന്റേഷൻ. ഫിസിക്കൽ പ്രസന്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നേരിട്ട് നമ്മുടെ പ്രോസ്പെക്റ്റുകളെ പ്ലാൻ കൊടുക്കാനായിട്ട് എത്തുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ലീഡറെ കൂട്ടിയിട്ടായിരിക്കാം, അല്ലെ. പല SRകളും ആദ്യം തുടക്കത്തിൽ പോകുന്നത് നമ്മളൊരു ലീഡറെ കൂട്ടിയിട്ടായിരിക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ഒരിക്കലും നമ്മളൊരു ഗസ്റ്റിനെ കാണാൻ പോവരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കസ്റ്റമറുടെ മൈൻഡ് ഓക്കെ ആണോ എന്നുള്ളത് അറിയണം. ഞാൻ പറഞ്ഞു, പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും, അല്ലെ. പല മൈൻഡ് സെറ്റിലായിരിക്കും, പല സാഹചര്യങ്ങളിലായിരിക്കും, പല സമയങ്ങളിലും പല മൈൻഡ് സെറ്റ് ആയിരിക്കും. അപ്പൊ അവർ ഈ ഒരു പ്ലാൻ കേൾക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലാണോ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ട് വേണം ആ ഒരു സമയത്ത് അവരുടെ അടുത്ത് പോകാൻ. അതിന് അപ്പോയിന്റ്മെന്റ് എടുക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് മാത്രമല്ല കസ്റ്റമറിനെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് പ്ലേസ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്.
അതേപോലെ വാക്കുകൾ, നമ്മൾ കൊടുക്കേണ്ട വാക്കുകൾ എന്ന് പറയുന്നത് വളരെ കൗണ്ടബിൾ ആണ്. ഒരുപാട് സമയം എടുക്കരുത് അല്ലെ, വളരെ ക്ലിയർ ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചിട്ട് നമ്മൾ ആ ഒരു പ്രസന്റേഷൻ നിർത്തണം എന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ ഒരു വസ്ത്രധാരണം അല്ലെ, നമ്മുടെ വസ്ത്രധാരണ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ നമ്മൾ അവരുടെ ഇരിക്കുന്ന ഒരു സിറ്റിംഗ് പൊസിഷൻ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലെ, നമ്മൾ എപ്പോഴും വളരെ പ്ലസന്റ് ആയിരിക്കണം. ഈ ഒരു ബിസിനസ് നമ്മൾ വിജയിക്കാൻ പോകുന്ന വ്യക്തികളാണെന്നുള്ളൊരു നമ്മുടെ ഒരു കോൺഫിഡൻസ് എപ്പോഴും അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. വസ്ത്രധാരണം, അതേപോലെ തന്നെ നമ്മുടെ സിറ്റിംഗ് പൊസിഷൻ, അതേപോലെ തന്നെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകങ്ങളാണ്. അതേപോലെ തന്നെ സിറ്റുവേഷൻ നമുക്ക് അനുകൂലമാകുന്ന സ്ഥലത്തിലായിരിക്കണം മീറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു. ഒരുപക്ഷെ നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് ചില ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു അനുകൂല സാഹചര്യമായിട്ട് മാറ്റണം. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അറിയില്ല, മൊബൈൽ ഫോൺ ചില ഭാഗങ്ങളിൽ പോയ മൊബൈൽ ഫോണിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ അടുത്തുണ്ടാവും അല്ലെ. അതേപോലെ ചിലപ്പോൾ TV, അവിടുത്തെ ടെലിവിഷൻ ഓൺ ആയിരിക്കാം, ചിലർ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാവും, ചിലപ്പോൾ അനാവശ്യ ശബ്ദങ്ങൾ അവിടെ ഉണ്ടാവും, ചില ഭാഗങ്ങളിൽ കുട്ടികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് അത് നമ്മുടെ ഒരു അനുകൂല സാഹചര്യമാക്കി മാറ്റി നമ്മൾ കൊടുക്കുന്ന പ്രസന്റേഷൻ ഒരു 25-30 മിനിറ്റ് ആണെങ്കിൽ ആ ഒരു 25-30 മിനിറ്റ് അത് നമ്മുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുവരണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ അപ്ലൈ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവരൊന്ന് പരിചയപ്പെടുത്തേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഫിജി കാർട്ടിന്റെ പ്രതിനിധിയായിട്ടാണ് അവിടെ ഇരിക്കുന്നുള്ള ബോധ്യം അല്ലെ എപ്പോഴും നമുക്ക് വേണം. വളരെ കോൺഫിഡൻസ് ലെവൽ എപ്പോഴും ഹൈ ആയിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള പ്രസന്റേഷൻ നടത്തുക. ഓക്കെ, വളരെ കമ്പനിയെ കുറിച്ച് നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് അവിടെ സംസാരിക്കാൻ സാധിക്കണം അല്ലെ. നമ്മുടെ ആപ്ലിക്കേഷനെ കുറിച്ച്, ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിനെ കുറിച്ച്, 6 തരത്തിലുള്ള വരുമാനം, ഹെൽത്ത് ഇൻഷുറൻസ്, അതേപോലെ തന്നെ കമ്പനിയുടെ ലീഗാലിറ്റി, പെർഫോമൻസ് ബോണസ്, നോമിനി സിസ്റ്റം, ഇതൊരു ടീം വർക്കാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിട്ട് നമ്മുടെ പ്രോസ്പെക്റ്റിനോട് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ പ്രോസ്പെക്റ്റിനോട് എത്തിക്കാൻ സാധിക്കണം അല്ലെ. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വിജയിച്ച ഒരു ലീഡറുടെ സ്റ്റോറി നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും കൂടെ കരുതുന്ന അല്ലെ നമ്മുടെ ടൂൾസ് ഉണ്ട്. നമ്മൾ ഈ ഒരു പ്രോസ്പെക്റ്റിനെ കാണാൻ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ടൂൾസ് ഉണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയും എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഡയറി, പെന്ന്, പ്ലാൻ ബുക്ക്, ടാഗ്, ഫോൺ ബുക്ക്, അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചിലപ്പോൾ അധികം പേര് ശ്രദ്ധിക്കാത്ത ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഫോൾഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് ആൽബം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം അല്ലെ. നമ്മുടെ മൊബൈൽ ഫോണിൽ ഓരോ തരത്തിലുള്ള കാറ്റഗറി ആളുകളെ കൃത്യമായിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ഫോൾഡർ തയ്യാറാക്കി വെച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് തെളിവുകളാണ് എപ്പോഴും സംസാരിക്കുക അല്ലെ. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം നമുക്കറിയാവുന്ന ഒരു ലീഡർ ഉണ്ട്, അവരുടെ പശ്ചാത്തലം നമുക്കറിയണമെങ്കിൽ ആ ഒരു ലീഡറുടെ സ്റ്റോറി നമുക്ക് വളരെ നല്ല രീതിയിൽ അവരോട് ഒന്ന് പ്രസന്റ് ചെയ്യാൻ സാധിക്കണം. ആ ഒരു സ്റ്റോറി ആയിരിക്കും ചിലപ്പോൾ അവരുടെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഏത് പ്രോസ്പെക്റ്റ് ആണോ നമ്മുടെ മുന്നിലിരിക്കുന്നത് അവരുടെ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് പറ്റുന്ന സ്റ്റോറി. നമുക്കറിയാം ഒരു വീട്ടമ്മയാണെങ്കിൽ നമുക്ക് സ്വപ്ന മാമിനെ ഉദാഹരണമായിട്ട് എടുത്തിടാൻ പറ്റും അല്ലെ. അതേപോലെ തന്നെ ഏതാണോ വ്യക്തി നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് ആ വ്യക്തിക്ക് പറ്റുന്ന തരത്തിലുള്ള, ഒരുപക്ഷെ നമുക്ക് കാണാൻ പോകുന്ന വ്യക്തി ഇന്ന ആളാണെന്ന് അറിയുമ്പോൾ അദ്ദേഹത്തിന് പറ്റുന്ന തരത്തിൽ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ആ ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യാൻ, നിങ്ങൾക്കത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സിനോട് പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾ കാണിക്കാൻ പറ്റുന്ന എവിഡൻസ് നിങ്ങളുടെ കയ്യിൽ വേണം എന്നുള്ളതാണ്. അതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ അവിടെ അവരോട് ഈ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്ലോസിങ് ചെയ്യുന്ന സമയത്ത് അല്ലെ, ഈ ഒരു ബിസിനസിന്റെ പ്ലാൻ പറഞ്ഞ് ക്ലോസിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എന്തിനെ ഫിജി കാർട്ട് എന്നുള്ള ബിസിനസ്സിലേക്ക് വന്നു, നിങ്ങൾ എന്തിന് ഈ ഒരു ഫിജി കാർട്ടിലേക്ക് വരണം എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം നമുക്ക് ആ ഒരു പ്ലാൻ പ്രസന്റേഷന് ശേഷം അവിടെ സംസാരിച്ചുകൊണ്ട് അവർക്ക് ഒന്ന് കൺവേ ചെയ്ത് കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ഒരു ബിസിനസ് ചെയ്താൽ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ആവാൻ കഴിയുന്നുള്ള ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതായത് വളരെയധികം പ്രോസ്പെക്റ്റ് അറിയാതെ തന്നെ നമുക്ക് അവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ SRകൾ എപ്പോഴും നോട്ട് ചെയ്യണം. നമ്മളവിടെ നമ്മുടെ ലീഡറെ കൊണ്ട് ഇരുത്തിയതിനു ശേഷം അല്ലെ, ഗസ്റ്റിനെ കൊണ്ട് ഇരുത്തിയതിനു ശേഷം ലീഡർ സംസാരിക്കട്ടെ, ഞാൻ എന്റെ ഞാനൊന്ന് മാറി നിൽക്കാന്നുള്ള രീതിക്ക് ഇരിക്കുകയല്ല. ഗസ്റ്റിന് ലീഡർ എന്ത് തന്നെ പറഞ്ഞാലും ഗസ്റ്റ് എപ്പോഴും ശ്രദ്ധിക്കുക ആരാണ്, നമ്മളെ അല്ലെ, അവരെ കണക്ട് ചെയ്യുന്ന അവർക്ക് അറിയാവുന്ന ഒരു വ്യക്തിയായിട്ടുള്ള നമ്മളെ ആയിരിക്കും അവർ ശ്രദ്ധിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലോസിങ് അവിടെ കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെ, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഒരിക്കലും അവിടെ പറഞ്ഞു കൊടുക്കരുത് എന്നുള്ളതാണ്. കാരണം അത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്.
ഓക്കെ, അതേപോലെ തന്നെ പ്ലാൻ പറഞ്ഞു കഴിഞ്ഞ ശേഷം പ്രോസ്പെക്ട് നമ്മളോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് അല്ലെ, അതിന് വളരെയധികം പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഉത്തരം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, ആ ഒരു സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. ആ ഒരു ഉത്തരങ്ങളായിരിക്കാം അവരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ സ്പോർട്സ് സെയിലിനായിട്ട് നമ്മൾ മടി മാറ്റിക്കൊണ്ട് വളരെ പ്ലസന്റ് ആയിട്ട് ഈ ഒരു പ്ലാൻ പറയാ, അതിനുശേഷം അവരോട് ഓപ്പൺ ആയിട്ട് ഈ ഒരു സെയിൽ ക്ലോസിലേക്ക് അവരോട് ചോദിക്കുക എന്നുള്ളതാണ് അല്ലെ. അതേപോലെ അവരുടെ നമ്മുടെ കയ്യിലുള്ള ഫോം ബുക്കിൽ അവരുടെ ഡീറ്റെയിൽ ഫിൽ ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളതാണ്. പറ്റുകയാണെങ്കിൽ നമുക്ക് എന്താണ് ക്യാഷ് ഒന്ന് അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാനും സാധിക്കാം. അതേപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് അല്ലെ നമ്മൾ കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫോളോ അപ്പ് ആണ് അല്ലെ. അതായത് ഈ ഒരു ബിസിനസിന്റെ ഹൃദയം എന്ന് തന്നെ വേണമെങ്കിൽ ഈ ഒരു ഫോളോ അപ്പിന് നമുക്ക് പറയാൻ സാധിക്കുന്നുള്ളതാണ്. കാരണം ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലരും ഇത് പിന്തുടരാത്തത് കൊണ്ട് മാത്രം ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളെ ഒരു ലീഡറാക്കി മാറ്റാൻ ഈ ഒരു ഫോളോ അപ്പ് വളരെയധികം അനിവാര്യമാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും. അപ്പൊ ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു, ഇവിടെ 3 തരത്തിലുള്ള ഫോളോ അപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഫോളോ അപ്പ് യുവർ ലീഡർ, അതേപോലെ തന്നെ ഫോളോ അപ്പ് യുവർ പ്രോസ്പെക്ട്, ഫോളോ അപ്പ് യുവർ പാർട്ട്നേഴ്സ്. ഫോളോ അപ്പ് യുവർ ലീഡർ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ, ലീഡറെ നമുക്ക് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റണം. ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ലീഡർ ഉണ്ടായിരിക്കും. ബിസിനസ്സിൽ അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പൈസയെക്കാളും അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രതിഫലത്തെക്കാളും നമ്മുടെ കൂടെ ഏത് സാഹചര്യത്തിലും ചേർന്ന് നിൽക്കുന്ന ഒരു ലീഡറെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. വീണു പോകുമ്പോൾ താങ്ങാവുന്ന, തളർന്നു പോകുമ്പോൾ കരുത്തു പകരുന്ന ഒരു ലീഡർ, അങ്ങനെ ഒരാളെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ സാധിച്ചിരിക്കണം. അത് ഒരുപക്ഷെ നമ്മുടെ മെന്ററോ മോട്ടിവേറ്ററോ റോൾ മോഡലോ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഏറ്റവും ഫേവർ ആയിട്ട് നിൽക്കുന്ന ഒരു ലീഡർ ആയിരിക്കും. അത് ചിലപ്പോൾ നിങ്ങളുടെ അപ്ലൈൻ ആയിരിക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചിലപ്പോൾ ഫേവർ ആയിട്ട് നിൽക്കുന്ന ഒരു ലീഡർ ആയിരിക്കും. അങ്ങനെ ഏത് ലീഡറാണോ ഉള്ളത് അവരെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഡെയിലി ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ വിളിക്കാൻ പറ്റില്ല. അവർക്ക് എല്ലാ ദിവസവും നിങ്ങളെ വിളിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. കാരണം ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അവരെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിച്ച് ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് കിട്ടിയിട്ട് നെഗറ്റീവുകൾ അവരിലേക്ക് എത്തിച്ചിട്ട്, ഈ ബിസിനസിന്റെ ഗ്രോത്ത് നിങ്ങൾക്ക് അവരിലേക്ക് എത്തിച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഡെയിലി അവരോട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നുള്ളതാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നിങ്ങളെ നാളുകളിൽ ഒരു ലീഡറാക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന പോസിറ്റീവ് കാര്യങ്ങളാണെങ്കിലും നെഗറ്റീവ് കാര്യങ്ങളാണെങ്കിലും അവർക്ക് കൃത്യമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അത് കാരണം നമ്മളെക്കാളും ഒരു ദിവസമെങ്കിലും മുന്നേ വന്നതായിരിക്കും നമ്മുടെ ലീഡർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ നമ്മളെക്കാളും ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് എങ്കിലും കൂടുതലുള്ള വ്യക്തിയായിരിക്കും നമ്മുടെ ലീഡർ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലീഡറെ തന്നെയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അല്ലെ, നമ്മള് പ്രസന്റേഷൻ അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ കൊടുത്ത വ്യക്തികളെയാണ്. അതായത് പ്രോസ്പെക്ട് ഒരിക്കലും നമ്മുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് വരുമെന്ന് കരുതരുത്. കാരണം എല്ലാ സമയത്തും അത് പോസിബിൾ ആവണമെന്നില്ല അല്ലെ. നമ്മൾ ഈ ബിസിനസ്സിൽ വന്ന സമയം തൊട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക് ഞാനില്ല, ഇപ്പോഴില്ല, നോ അല്ലെ, എന്നെ ഇനി വിളിക്കരുത്, അങ്ങനെ ഒരുപാട് നെഗറ്റീവുകളായിരിക്കും. അപ്പൊ നോ പറയുന്നത് ഒരിക്കലും ഈ ബിസിനസ്സിലേക്ക് അവരില്ല എന്നല്ല അല്ലെ. ഭാവിയിൽ ഒരിക്കലും ഈ ബിസിനസ് തുടങ്ങില്ല എന്നുള്ള അർത്ഥം ആ നോയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തതിലൂടെ മാത്രമേ അവർ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അവരോടൊപ്പം ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് അല്ലെ ബിസിനസ്സിലേക്കുള്ള അവരുടെ വാതിൽ സദാ നമ്മൾ തുറന്നു വെച്ചിരിക്കുകയാണെന്ന്, അങ്ങനെയുള്ള ഒരു ഫോളോ അപ്പ് ആയിരിക്കണം നമ്മൾ നടത്തേണ്ടത്. അത് മാത്രമല്ല കൃത്യമായിട്ട് നമ്മുടെ സ്റ്റാറ്റസുകളൊക്കെ കാണുന്ന തരത്തിൽ അവരെ തയ്യാറാക്കി നിർത്തണം എന്നുള്ളതാണ്. ഏത് സ്റ്റാറ്റസ് നമ്മൾ ഇടുകയാണെങ്കിലും നമ്മുടെ സ്റ്റാറ്റസ് അവർ എടുത്ത് നോക്കുന്നുണ്ടോ എന്നുള്ളത് പോലും നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഡയറിയിൽ എഴുതി വെക്കാൻ പറ്റും. കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു സ്റ്റാറ്റസ് കൃത്യമായിട്ട് കണ്ടിട്ടാണ് അവരുടെ മനസ്സൊന്ന് വ്യതിചലിക്കുക അല്ലെ. അങ്ങനെ ഒരു മാറ്റം അവർക്ക് സംഭവിക്കുന്നത് കുറച്ച് നാളുകൾക്കോ കുറച്ച് മാസങ്ങൾക്കോ ശേഷമായിരിക്കും. ഒരുപക്ഷെ നമുക്കൊരു ഇൻകം കയറുന്ന സമയത്തായിരിക്കും, ഇല്ലെങ്കിൽ നമുക്കൊരു റാങ്ക് അപ്ഡേഷൻ വരുന്ന സമയത്തായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഒരു പ്ലാൻ കൊടുത്ത വ്യക്തി ഉണ്ടെങ്കിൽ പോലും അവരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും ഈ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ഷമയുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു കുറച്ചു കാലങ്ങൾക്ക് ശേഷം നമുക്ക് തന്നെ അറിയാതെ നമുക്ക് ഒരുപാട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വരുന്നുണ്ട് അല്ലെ. ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ഈ ഒരു ക്ഷമ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ പ്രസന്റേഷൻ കൊടുത്തിട്ടുള്ള വ്യക്തികളെ ഫോളോ അപ്പ് ചെയ്യാന്നുള്ളതാണ്. അത് മാത്രമല്ല പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെ ഫോളോ ചെയ്യേണ്ട വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്നേഴ്സിനെയാണ്.
കാരണം ഒരാൾ നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്താൽ പോലും വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളായിട്ട് നമ്മൾ മാറുകയാണ്, വളരെയധികം ഉത്തരവാദിത്തമുള്ള ഒരു ആളായിട്ട് നമ്മൾ മാറുകയാണെന്നുള്ളതാണ്. അപ്പൊ കൂടെ ജോയിൻ ചെയ്തവരെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളതാണ്. നല്ലൊരു റിലേഷൻഷിപ്പ് അവരിലേക്ക് ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധ്യമാകണം എന്നുള്ളതാണ്. അതായത് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ബിസിനസ്സിലേക്ക് ഒരാളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവരുടെ ജോലി തീർന്നു എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ബിസിനസ്സിലേക്ക് ഒരാളെ നമ്മൾ കൊണ്ടുവന്ന ശേഷമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജോലി തുടങ്ങുക എന്നുള്ളത്. അങ്ങനെ പരിപൂർണമായിട്ടുള്ള ഒരു പിന്തുണ നമുക്ക് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കാൻ സാധിക്കണം, അല്ലെ? 90% ആളുകളും ബിസിനസിന്റെ പ്ലാന് പഠിച്ചിട്ടല്ല നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരു അപ്ലൈൻ നമ്മുടെ പാർട്ട്നേഴ്സിന്റെ കഴിവുകളെ കണ്ടെത്തി അവരുടെ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ക്ഷമയോടെ ഇടപെടേണ്ട അവസ്ഥയിൽ ഒരിക്കലും അവരുടെ പോരായ്മകൾ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തരുത് എന്നുള്ളതാണ്. അത് വളരെയധികം അവരെ നെഗറ്റീവ് മൈൻഡ് സെറ്റിലേക്കും ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും, അല്ലെ? ഒരു പ്രോസ്പെക്റ്റിനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു, അവർ നമ്മുടെ ഒരു പാർട്ട്ണറായി മാറി, ശേഷം നമുക്ക് നമ്മുടെ അതേ മൈൻഡ് സെറ്റിൽ അവരിലേക്ക് കൊണ്ടുവരണം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതേപോലെ അവരിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് വളരെയധികം